Hello, welcome to market discussion of the day. Today, 7th of July 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ആഴ്ച ഒരു ടെക്നിക്കൽ വീക്കാണ്. ഫുള്ളായിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഫോളോ ചെയ്ത് ശാന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കാണ്. പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ബേസിക്കലി കുറേ ന്യൂസുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് കാണാം. കലണ്ടർ ബേസിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കും 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക. ഞാൻ മൊബൈലിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യുകയും നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ്, കമ്മിങ് ടു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് പോലും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. നാളെയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം. കാരണം ഇന്ന് അങ്ങനെ അല്ല എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് വ്യാഴാഴ്ച നമുക്ക് നോൺ ഫാം പേറോളായിരുന്നു അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നോൺ ഫാം പേറോളിൻ്റെ ഇമ്പാക്റ്റ് രാവിലെ ആക്ച്വലി മാർക്കറ്റിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോൺ ഫാം പേറോൾ നിങ്ങൾക്കറിയാം, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ നെഗറ്റീവായിട്ടാണ് പോസിറ്റീവായിട്ടാണ് യു എസ് എക്കണോമിയിൽ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റ് 3341 വന്നിട്ട് ഒറ്റയടിക്ക് 3300 വരെ ഏഷ്യൻ സെഷനിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് തിങ്കളാഴ്ച ഇച്ചിരി നമ്മൾ ഫസ്റ്റ് സെഷനിലെങ്കിലും മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ. പക്ഷെ നാളെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതേപോലെ നാളത്തെ നമുക്ക് ന്യൂസ് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഇല്ല. അതിൻ്റെ പിറ്റേ ദിവസം ബുധനാഴ്ച നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് മാത്രമേ ഉള്ളൂ. വ്യാഴാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം 1:30 വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച ഫുള്ളി നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ന്യൂസിലൂടെയൊക്കെ കടന്നു പോകാൻ നേരത്ത് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ എലോൺ മാസ്ക് പുതിയൊരു പാർട്ടി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പുതിയൊരു പാർട്ടി US ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ബാക്കി റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിലും അതിനെ അടിച്ചമർത്താനായിട്ടുള്ള ശ്രമങ്ങൾ പണ്ട് മുതലേ നടത്താറുണ്ട്. അതങ്ങനെ ആയി തീരുമോ അതോ ഇതൊരു വലിയൊരു പാർട്ടിയായി തീരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ഓക്കെ. സോ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഈ വാറുകളെക്കാട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈവൻ നോൺ ഫാം പേറോൾ പോലത്തുള്ള ന്യൂസുകൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ന്യൂസാണ് താരിഫ് അനൗൺസ്മെൻറ്റ്. യൂറോ സോണിലോട്ടുള്ള താരിഫ് അനൗൺസ്മെൻറ്റ് അത് എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമ്മൾ ജൂലൈ 9 അതിൻ്റെ ഡിസിഷൻ വരുന്നത്. സോ അതെന്തായി തീരും എന്നുള്ളൊരു കാര്യം അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഭയങ്കര ലെവലിൽ അഫക്റ്റ് ചെയ്യും. അത് 9 അതിൻ്റെ ന്യൂസ് വരുന്നത്, അതായത് മറ്റന്നാളാണ് അതിൻ്റെ ന്യൂസ് വരുന്നത്. ആ ഒരു ന്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എന്താ പറയുക ടെക്നിക്കൽ സൈഡിൽ നിന്ന് മാത്രം നമുക്ക് മാർക്കറ്റിനെ നോക്കി കാണുകയും ചെയ്യാം. ആ ഒരു ന്യൂസ് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, എന്താകും ആ ഒരു താരിഫിൻ്റെ അനൗൺസ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം എന്തായി തീരും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും ടെക്നിക്കലിൽ ഫസ്റ്റ് പറയുന്നത് JPY ആണ്. ഇന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം. JPY ഇപ്പോൾ 145.410 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ. JPY എന്താ പറയുക, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. JPY ഇപ്പോൾ ഈ ഒരു JPYയുടെ ഒരു റേഞ്ചും 140, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത്. 142 അടുത്തൊക്കെ മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് JPYയിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ. നേരെ നമ്മൾ നമ്മുടെ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ താഴോട്ട് പോയി 1.1726 നിൽക്കുന്നു.
ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് യൂറോ 1.1700 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് യൂറോയിലുള്ള ഒരു ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി കേട്ടോ. നല്ല ഓപ്പർച്യൂണിറ്റി 1.1500 തന്നെയാണ്. ഇന്നത്തെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 1.1700 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് യൂറോയിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പി ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.35831 1.3500 അവിടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ജി ബി പി ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ജി ബി പിയിൽ എനിക്കെടുത്ത് പറയാനായിട്ടുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്ന് ഒറ്റയടിക്ക് താഴെ പോകുന്ന ഒരു കാഴ്ച കണ്ടു. 3300 സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ഇനി നമുക്ക് 3300-ൻ്റെ അടുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ബൈ സൈഡിൽ മാത്രം നിൽക്കുക, കാരണം താരിഫ് അനൗൺസ്മെൻറ്റ് വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ച് താരിഫിന് അയവൊന്നും കൊടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. 3400 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസുകൾ ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക, കാരണം സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനായിട്ടുള്ള ചാൻസുകളുണ്ട് എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ നാളത്തെ ബാച്ചിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മുടെ ഫ്രീ കോഴ്സ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.